Hi, I am Abhiram. I am from Kollam, Kerala. I'm a pleasant boy who is interested in mathematics, problem solving, coding, and teaching. I have a tuition center in my village which I started in the beginning of lockdown period. I used to teach 10th standard kids for their final exams, and later I started a YouTube channel where I teach plus one, plus two students. There are coach plus one, plus two students for engineering entrance exams. So that's pretty much it. And my top skills are coding and communication skills. ഇപ്പൊ നിങ്ങൾ കണ്ടത് 2021 ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ റെക്കോർഡ് ചെയ്തൊരു കാഴ്ചയാണ്. വളരെ വിയേർഡായിട്ട് എനിക്കിപ്പോൾ തോന്നി. അതിലൊരു കോൺഫിഡൻസിന്റെ ഒക്കെ ഒരു കുറവുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഞാൻ 2021 എനിക്ക് അഡ്വൈസസ് കൊടുക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? ഒരു ഇന്റർവ്യൂവർ നമ്മളിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടന്റ് വാട്ട് ആൻ ഇന്റർവ്യൂവർ എക്സ്പെക്ട്സ് ഫ്രം യു ഇൻ ആൻ ഇന്റർവ്യൂ. ഓക്കെ, ഇത് നമ്മൾ പറയാൻ പോകുന്നത് പ്രൈമർലി സോഫ്റ്റ്വെയർ ഇന്റർവ്യൂസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ക്യാമ്പസ് ഹയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂസ്, ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂസിനെ കുറിച്ചിട്ടും ആയിരിക്കും. കാരണം സീനിയർ ലെവലിലേക്ക് പോകുമ്പോൾ ഇന്റർവ്യൂവിന്റെ സ്റ്റൈൽ മാറും, നമ്പർ ഓഫ് ലെവൽസ് മാറും, അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട്. പ്രൈമർലി ഫ്രഷേഴ്സിനുള്ള ഇന്റർവ്യൂസിൽ മെയിൻലി കൂടുതലും കണ്ടുവരുന്നത് 3 റൗണ്ട് ഇന്റർവ്യൂസ് ആണ് നല്ല കമ്പനീസിലൊക്കെ ഉള്ളത്. ചില കമ്പനീസ് ഒരു റൗണ്ടിൽ തന്നെ കാര്യങ്ങൾ സെറ്റ് ആക്കും. അപ്പൊ 3 റൗണ്ട് ഇന്റർവ്യൂസ് എന്നുള്ള ഒരു ലേബലാണ് നമ്മൾ എടുക്കുന്നത്. 3ഉം വ്യത്യസ്തമായ റൗണ്ട്സ് ആണ്. ഓരോ റൗണ്ടിലും എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെ നിങ്ങൾക്ക് അത് ഏസ് ചെയ്യാം, നിങ്ങൾക്ക് സുഖമായിട്ട് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് 1 മിനിറ്റ് നമുക്ക് ഗേറ്റ് ആസ്പിറൻസിന് വേണ്ടിയിട്ട്, ഹയർ സ്റ്റഡീസ് ഒക്കെ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രൊമോ ഉണ്ട്. അതൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. IIT ആസ്പിറൻസിന് വലിയ ഡിസ്കൗണ്ടുകളുമായി ഗേറ്റ് വാല കുറച്ച് പുതിയ കോഴ്സസ് ആരംഭിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സൂപ്പർ 1500 ഗേറ്റ് 2025 ബാച്ച്, ഗേറ്റ് 2025 ടെസ്റ്റ് സീരീസ്, വിജയ് 2.0 ബാച്ച് ബി ഫോർ റാങ്ക് ഇംപ്രൂവ്മെൻറ്റ്, പരാക്രം ഗേറ്റ് 2026 ബാച്ച്, പരാക്രം ഗേറ്റ് 2026 ഇംഗ്ലീഷ് ബാച്ച്, ശ്രേഷ്ഠ 2027 ബാച്ച്, പരാക്രം EAC ഗേറ്റ് ആൻഡ് PSU ബാച്ച് ഡി, ശ്രേഷ്ഠ 2026 EAC ഗേറ്റ് PSU ബാച്ച് ഇ, ശ്രേഷ്ഠ EAC ഗേറ്റ് 2027 ബാച്ച് ബി, പരാക്രം 2.0 ബാച്ച് ബി ഫോർ ഗേറ്റ് 2025, ശ്രേഷ്ഠ ഗേറ്റ് PSUs ആൻഡ് പ്ലേസ്മെൻറ്റ്സ് ബാച്ച്, ശ്രേഷ്ഠ ഗേറ്റ് PSUs ആൻഡ് പ്ലേസ്മെൻറ്റ് ബാച്ച് സി, പരാക്രം ഗേറ്റ് PSUs ആൻഡ് പ്ലേസ്മെൻറ്റ്സ് EAC നോൺ ടെക് ജനറൽ സ്റ്റഡീസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആപ്റ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ ഇൻഫിനിറ്റി ലേണിംഗ് എന്ന ഫീച്ചറും അവർ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതുപോലെ കോഴ്സിൻ്റെ കോർ ഫീച്ചേഴ്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ലെക്ചർ ആൻഡ് ടെസ്റ്റ് പ്ലാനർ, MCQ ഫോമാറ്റ്, ഇൻ ഗേറ്റ് ഫോമാറ്റ്, ലൈവ് ഡിസ്കഷൻസ്, ഡൗട്ട് എഞ്ചിൻ തുടങ്ങിയത്. അതുപോലെ ഇവരുടെ ബുക്സും വളരെ യൂസ്ഫുള്ളാണ്. QR എംബഡഡ് വീഡിയോ സൊല്യൂഷൻസ്, കഴിഞ്ഞ ഒരുപാട് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഡീറ്റെയിൽഡ് ചാപ്റ്റർ വൈസ് അനാലിസിസ് തുടങ്ങിയവ ഇതിൽ നിന്ന് ലഭിക്കും. നമ്മുടെ കൂപ്പൺ കോഡ് IR500 ഉപയോഗിക്കാൻ മറക്കണ്ട. ഒന്നാമത്തെ റൗണ്ട് സോഫ്റ്റ്വെയർ ഇന്റർവ്യൂസിന്റെ ഒന്നാമത്തെ റൗണ്ടിൽ അവർ ആദ്യം വളരെ ബേസിക് ആയിട്ട് നോക്കുന്നത് ക്യാൻ യു കോഡ്. നിങ്ങൾക്കൊരു പീസ് ഓഫ് കോഡ് എഴുതാൻ പറ്റുമോ? ഒരു ഇഫ് കണ്ടീഷൻ, ഒരു ലൂപ്പ്, അല്ലെങ്കിൽ ഒരു ഇനീഷ്യലൈസേഷൻ, വേരിയബിൾ ഇനീഷ്യലൈസേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയോ? ബേസിക്സ് നിങ്ങൾക്കുണ്ടോ ആസ് എ ഫ്രഷർ എന്ന് മാത്രമാണ് ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂ നോക്കുന്നത്. എൻ്റെ കമ്പനിയിലെ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂവിൽ എനിക്ക് ചോദിച്ച ചോദ്യം ഒരു സിമ്പിൾ കോഡ് എഴുതാനായിരുന്നു. അതും ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. ക്വസ്റ്റ്യൻ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഞാനത് റീകളക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കോയിൻ മിനിമം ഡിനോമിനേഷൻ പ്രോബ്ലം, അതായത് ഒരു 275 രൂപ ഞാൻ ഒരാൾക്ക് കൊടുക്കണം. എൻ്റെ കയ്യിൽ 100ന്റെ നോട്ടുണ്ട്, 50ന്റെ നോട്ടുണ്ട്, 20ന്റെ നോട്ടുണ്ട്, 10ന്റെ നോട്ടുണ്ട്, 5ന്റെ നോട്ടുണ്ട്. ഇത് മിനിമം ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? 2 100ന്റെ നോട്ട് എടുക്കണം, ഒരു 50ന്റെ നോട്ട് എടുക്കണം, ഒരു 20ന്റെ നോട്ട് എടുക്കണം, ഒരു 5ന്റെ നോട്ട് എടുക്കണം, അല്ലേ? ഇങ്ങനെ ഞാൻ എത്ര ഒരു 100ന്റെ എത്ര നോട്ട് എടുക്കണം, 20ന്റെ എത്ര നോട്ട് എടുക്കണം എന്നുള്ള കൗണ്ട് റിട്ടേൺ ചെയ്യുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഒരു ഗ്രീഡി അൽഗോരിതം ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അവർ നോക്കിയത് ജസ്റ്റ് എനിക്ക് ആ കോഡ് എഴുതാൻ പറ്റുന്നുണ്ടോ, ഞാനത് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരൻ ഹാപ്പിയായി.
അതാണ് ഫസ്റ്റ് റൗണ്ടിൽ അവർ നോക്കുന്നത്. രണ്ടാമത് അവർ ഫസ്റ്റ് റൗണ്ടിൽ നോക്കുന്നത് നിങ്ങൾക്ക് ബേസിക് ഒരു പ്രോബ്ലത്തിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു. അതിനായിട്ട് എനിക്ക് അവരൊരു പസില് തന്നു. പസില് വേറൊന്നും ആയിരുന്നില്ല, ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു കിണറുണ്ട്, അപ്പൊ നമ്മൾ അതിന്റെ ഏറ്റവും അടിയിലാണ്. ഡെയിലി നമ്മൾ 3 സ്റ്റെപ്പ് മുകളിലോട്ട് കയറും, 1 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങും. ടോട്ടൽ 100 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ, ഈ ഫിഗേഴ്സ് ഒന്നും എക്സാക്ട് അല്ല, 100 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് നമ്മൾ മുകളിലെത്തും എന്നുള്ളതായിരുന്നു. അതും നമുക്കൊന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാം. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ 2 എണ്ണം എഫക്റ്റീവ്ലി കയറുന്നുള്ളൂ. അങ്ങനെ ഒരു 40 ദിവസം ആകുമ്പോൾ നമ്മൾ 80 എണ്ണം കയറും. ചിലപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം നമ്മൾ 3 എണ്ണം കയറുമ്പോൾ അങ്ങ് എത്തും. 98 നമ്മൾ 3 എണ്ണം കയറുമ്പോൾ എത്തും. അതായത് 49ാമത്തെ ദിവസം നമ്മൾ 98-ലായിരിക്കും. 96 എത്തുന്നത് 40 സംതിങ്. നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി, ഇല്ല ഞാൻ തന്നെ ഇപ്പൊ പറയണം, വീഡിയോന്റെ ലെങ്ത് കൂടി പോകും. അപ്പോ ഫസ്റ്റ് റൗണ്ടിൽ നോക്കുന്നത് ഹൗ വെൽ യു കോഡ്. ഹൗ വെൽ അല്ല, ക്യാൻ യു കോഡ്. അതുപോലെ തന്നെ ഹൗ ഡു യു തിങ്ക്. പിന്നെ നിങ്ങൾ റെസ്യൂമേയിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ DSA, ഇപ്പൊ ട്രീസ് അറിയാം എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ബേസിക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു നിങ്ങളുടെ ജസ്റ്റ് അറിവ് ചെക്ക് ചെയ്യാൻ വേണ്ടി, അതും നിങ്ങൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു എന്ന് മാത്രം നോക്കാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ കോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്നും നിങ്ങൾക്ക് നോർമലി തിങ്ക് ചെയ്യാൻ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ പരിഭ്രാന്തരാവാതെ ചിന്തിക്കാൻ പറ്റും എന്നും മനസ്സിലായാൽ അവർ എന്ത് ചെയ്യും, നിങ്ങളെ സെക്കൻഡ് റൗണ്ടിലേക്ക് പറഞ്ഞു വിടും. സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ അവിടെ മെയിൻലി കളി വരുന്നത് 1 നിങ്ങളുടെ പ്രോജക്ട്സ്, 2 ഈ സോഫ്റ്റ്വെയറിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള ഊപ്സ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. നിങ്ങൾ ഇരിക്കുന്ന കമ്പനി ഇപ്പോൾ ഒരു നെറ്റ്വർക്കിംഗ് കമ്പനി, സിസ്കോ പോലത്തെ ഒരു കമ്പനി ആണെങ്കിൽ അവർ നെറ്റ്വർക്ക്സ്, ഒറാക്കിൾ പോലത്തെ ഒരു കമ്പനി ആണെങ്കിൽ അവർ ഡേറ്റാ ബേസ്, ഇപ്പോൾ ഗൂഗിൾ ക്ലൗഡിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നത്, ക്ലൗഡ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഫ്രഷേഴ്സിന് അത് അധികം വരാൻ ചാൻസ് ഇല്ല. മെയിൻലി ഊപ്സ്, നിങ്ങളുടെ പ്രോജക്റ്റ്, പിന്നെ ഓഫ് കോഴ്സ് DSA ക്വസ്റ്റ്യൻസും. പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ റെസ്യൂമേയിൽ എന്ത് വെച്ചിട്ടുണ്ടോ ആ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്തതായിരിക്കണം. അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റണം. ഇൻ കേസ് അത് നിങ്ങൾ ചെയ്തിട്ടോ അല്ല, നിങ്ങൾ എവിടുന്നോ കോപ്പി പേസ്റ്റ് ചെയ്താണെങ്കിൽ പോലും എന്ത് അതിൽ നിന്ന് ചോദിച്ചാലും നിങ്ങളുടെ കയ്യിൽ ആൻസർ ഉണ്ടാവണം. അത് മാത്രമാണ് ഇന്റർവ്യൂവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അവർക്ക് തോന്നണം, ഓക്കെ ഇവന് കാര്യങ്ങൾ അറിയാം, ഇവൻ അത് കറക്റ്റ് ആയിട്ട് ചെയ്തതാണ്, ഇവൻ എഫേർട്ട് ഇട്ട് ചെയ്തതാണ് എന്ന് അവർക്ക് മനസ്സിലായാൽ മാത്രം മതി. ഇപ്പൊ പ്രോജക്റ്റ് നമുക്ക് മനസ്സിലായി. പിന്നെ ഊപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർവ്യൂ ഊപ്സ് ആയി പോകും. അപ്പൊ ഊപ്സ് പഠിക്കുക, ഊപ്സ് ആവാതിരിക്കുക. ഓക്കെ, ചളി എന്ന് പറഞ്ഞാൽ ചളി വാരി എറിയുക. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്തായാലും പഠിച്ചിരിക്കേണ്ടുന്ന ഒന്നാണ്. അതിന് എന്ത് ചോദിച്ചാലും ഡീപ്പായിട്ട് പോകാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. എന്റെ ഇന്റർവ്യൂവിന്റെ ബേസിസിലാണ് ഞാൻ പറയുന്നത്. എന്നോട് അധികം ചോദിക്കാൻ പറ്റുന്ന എല്ലാം ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് എല്ലാം അറിയണമെന്ന്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഞാൻ തന്നെ പറയും, സാർ ഇതിന്റെ അപ്പുറത്ത് വേറൊരു സാധനമുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്നുള്ള രീതിയിൽ ഞാൻ പറയും. അപ്പോൾ പുള്ളി അത് കേട്ട് ഇംപ്രസ് ആയി എന്നെ 3rd റൗണ്ടിലേക്ക് വിട്ടു. സെക്കൻഡ് റൗണ്ടിൽ കോഡിങ്ങും എന്തായാലും ചോദിക്കും. എന്നോട് ചോദിച്ചത് ഒരു ക്ലാസസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ ക്ലാസ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് എന്നോട് പറഞ്ഞത്. ഇനി ഇത് ഏത് ലാംഗ്വേജ് നിങ്ങൾ പഠിക്കണം എന്ന് ചോദിച്ചാൽ അതിൽ ഒരു വിഷയവും വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് പഠിക്കാം. C++ ആവാം, ജാവ ആവാം, പൈത്തൺ ആവാം. ഇപ്പോൾ പ്രിഫറബിൾ ഈ 3-ൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്നതാണ്. ജാവയാണ് ഏറ്റവും കൂടുതൽ കമ്പനീസ് ഉപയോഗിക്കുന്നത്. ഒറാക്കിൾ ജാവ, ഒറാക്കിൾ ഇൻഡ് ജാവ. ഓക്കെ, പിന്നെ പൈത്തണും C++ ഒക്കെ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗിൽ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. വളരെ നല്ല ലാംഗ്വേജസ് ആണ്. അതുകൊണ്ട് ഇന്ന ലാംഗ്വേജ് പഠിച്ചാൽ മാത്രമേ കമ്പനിയിൽ കിട്ടൂ എന്നൊന്നും ഫ്രഷേഴ്സിന് ഇല്ല. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ അതൊക്കെയാണ് കോൺസെപ്റ്റുകൾ, പ്രോജക്റ്റ്, നല്ല ഡീപ്പ് നോളജ് ഓഫ് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ കോഡിംഗ് സ്കിൽസ്. 3rd റൗണ്ട്, ഈ 2 റൗണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാറ്റുലേഷൻസ്. 3rd റൗണ്ട് എന്ന് പറയുന്നത് മിക്കവാറും ഒരു HR അല്ലെങ്കിൽ മാനേജറിയൽ റൗണ്ട് ആയിരിക്കും.
ഈ റൗണ്ടിൽ ഐഡിയലി നമ്മളോട് ചോദിക്കേണ്ടുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ആപ്റ്റിറ്റ്യൂഡ് അല്ല ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. നമ്മൾ ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഏതൊരു കമ്പനിയിലും കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യാൻ സന്നദ്ധരാണോ, നമ്മളെ സ്വഭാവം എങ്ങനെയുണ്ട്, തർക്കുത്തരം പറയുന്നവനാണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഒക്കെ നടത്തി വിടുന്ന ഒരു റൗണ്ടാണ്. പക്ഷേ ഈ റൗണ്ടിലും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, നമ്മുടെ അടുത്ത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ വിധി പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ എന്തിനും പ്രിപ്പയർഡ് ആയിട്ട് വേണം ഇന്റർവ്യൂവിന് പോവാൻ. മാനേജറിയൽ റൗണ്ടിൽ അവർ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് അവസാനം ചോദിക്കും. അതുപോലെ തന്നെ അവർ എന്തെങ്കിലും സിറ്റുവേഷൻസ് ചോദിക്കും. നിങ്ങൾ കോളേജിൽ പ്രോജക്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ. അപ്പുറത്തെ വീട്ടിൽ കുഞ്ഞുമാവുകളുണ്ടെന്ന് തോന്നുന്നത് കേടുന്ന് ബഹളം വയ്ക്കും എപ്പോഴും. അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പ്രോജക്റ്റിന്റെ ഇടയിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ, ഞാനാണെങ്കിൽ ഇത് പറയും. അതുപോലെ നിങ്ങളുടെ ടീം മെമ്പേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് വിചാരിക്കുക, നിങ്ങൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും, ഇങ്ങനെ തുടങ്ങിയ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ തന്നിട്ട് നിങ്ങളോട് എങ്ങനെ ഡീൽ ചെയ്യും എന്ന് ചോദിക്കുന്ന ഒരു റൗണ്ട് ആയിരിക്കും. ഇവിടെ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നു, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെ പോകുന്നു എന്നൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പറയാണ് ആ ടീമുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ അപ്പൊ തന്നെ പോകും, അല്ലെങ്കിൽ അവന്റെ അടുത്ത് ഞാൻ അപ്പോഴേ HR-ന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും, ഈ ടീം ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടുന്നത് എങ്ങനെ ഇതിനൊരു വാല്യുബിൾ ആയിട്ടുള്ള, പോസിബിൾ ആയിട്ടുള്ള, പ്ലോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ് ഉള്ളവരെയാണ് മിക്ക കമ്പനീസും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മാനേജറിയൽ റൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഇതും നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾക്ക് അവർ ഓഫർ ലെറ്റർ തരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ഞാൻ കണ്ടിട്ടുള്ള മിക്ക ഇന്റർവ്യൂസും പോയിട്ടുള്ളത്. എൻ്റെ കൂട്ടുകാർ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂസിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാൻ നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്യാമ്പസ് ഡയറീസ്, ഇന്റർവ്യൂ ഡയറീസ് എന്നും പറഞ്ഞിട്ട് NIT കാലിക്കറ്റിൽ വന്നിട്ടുള്ള കമ്പനീസും അവരുടെ എക്സ്പീരിയൻസസും ഇന്റർവ്യൂ എക്സ്പീരിയൻസസും നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ള ഈ വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ കാണാം.